നമസ്കാരം. പാകിസ്ഥാനും ബംഗ്ലാദേശിനും 2 ജലബോംബുകൾ വിഹിതം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ. സിന്ധു നദീജല ഉടമ്പടി പിൻവലിച്ചതോടെ പാകിസ്ഥാനും ഇനി വരുന്ന ഗംഗ ട്രീറ്റി പിൻവലിക്കുന്നതോടുകൂടി ബംഗ്ലാദേശിനും നല്ല ഉശിരൻ പണി തന്നെയാണ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ആദ്യം, അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കാനുള്ള ന്യൂഡൽഹിയുടെ തീരുമാനത്തെ തുടർന്ന് അവിടെ ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. ഡിസംബറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതിയുടെ അനുമതി കൂടി ലഭിച്ചതോടുകൂടി ഇതിന് വേണ്ട പ്രാരംഭ നടപടികൾ ഇന്ത്യ ആരംഭിക്കുകയായിരുന്നു. ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള നീരൊഴുക്ക് തന്നെയാണ് ചിനാബ് നദിയിൽ ഉള്ളത്. പദ്ധതിയെക്കുറിച്ച് പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യ അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ്. പക്ഷേ ഏപ്രിലെ പഹൽഗാം ആക്രമണം അവർ മറന്നുപോയി. ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ആ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ജമ്മു കാശ്മീരിലെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജലവൈദ്യുത പദ്ധതികളുടെ ഒരു പരമ്പര തന്നെ തുടക്കം കുറിക്കാൻ ഇന്ത്യ തീരുമാനമെടുക്കുകയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദുൽഹസ്തി സ്റ്റേജ് 2. 2025 ഡിസംബറിൽ നടന്ന യോഗത്തിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള ജലവൈദ്യുത പദ്ധതികൾക്കായിട്ടുള്ള വിദഗ്ധ വിലയിരുത്തൽ സമിതിയിൽ നിന്ന് 260 മെഗാവാട്ട് ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതിക്ക് പരിസ്ഥിതിക അനുമതി ലഭിക്കുകയായിരുന്നു. ഡിസംബർ 19 ഔദ്യോഗിക മിനിറ്റ്സിൽ തീരുമാനം രേഖപ്പെടുത്തിയതോടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡറുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പദ്ധതിക്ക് 3200 കോടി രൂപയുടെ ചെലവ് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ടെൻഡറുകൾ ക്ഷണിച്ച് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ദുൽഹസ്തി പവർ സ്റ്റേഷന്റെ പ്രവർത്തനക്ഷമമായ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1960 സിന്ധു നദീജല ഉടമ്പടി ചട്ടക്കൂടിന് കീഴിൽ ഇന്ത്യയും പാകിസ്ഥാനും ചിനാബ് നദീ തടത്തിലെ ജലം പങ്കിടുന്ന കരാർ ഇന്ത്യ നിർത്തിവെച്ചു. ഉടമ്പടി ഇനി പ്രാബല്യത്തിൽ വരാത്തതിനാൽ പാകിസ്ഥാനെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കുകയോ നദീപ്രവാഹങ്ങളെയോ പുതിയ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചുള്ള സാങ്കേതികമായ ഡാറ്റ കൈമാറ്റം ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. 2007 ദുൽഹസ്തി സ്റ്റേജ് 1 നിലവിൽ വരുന്നത്. 390 മെഗാവാട്ട് പദ്ധതിയായിരുന്നു ഇത്. സ്റ്റേജ് 2 പ്രതിവർഷം 2000 ദശലക്ഷം യൂണിറ്റിലധികം വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ സഹായിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഡൽഹി, ചണ്ഡീഗഡ് എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഗുണഫലം ലഭ്യമാകും. 1985 ദുൽഹസ്തി സ്റ്റേജ് 1 പ്രവർത്തനം ആരംഭിക്കുന്നത്. 2007 പദ്ധതി പൂർത്തിയാകുമ്പോൾ 16 ബില്യൺ രൂപയുടെ ചെലവാണ് ഉണ്ടായിരുന്നത്. പ്രധാന നഗരകേന്ദ്രങ്ങളിൽ നിന്ന് വളരെ പരുക്കനായിട്ടുള്ള ഹിമാലയൻ ഭൂപ്രകൃതിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 70 മീറ്റർ ഉയരവും 186 മീറ്റർ നീളവും ഇതിനുണ്ട്. 9.5 കിലോമീറ്റർ നീളമുള്ള ഹെഡ്റേസ് ടണൽ വഴി പവർ സ്റ്റേഷനിലേക്ക് ഇത് ജലം തിരിച്ചുവിടുകയും പിന്നീട് ഉപയോഗത്തിന് ശേഷം നദിയിലേക്ക് ഇത് പുറന്തള്ളുകയും ചെയ്യുന്നു. ഹിമാലയൻ നദിയുടെ കനത്ത അവശിഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ചെളി നീക്കം ചെയ്യാൻ അനുവദിക്കുന്ന താഴ്ന്ന നിലയിലുള്ള ഗേറ്റഡ് സ്പിൽവേകൾ ഇതിൽ സജ്ജീകരിക്കുന്നു. ഇതൊരു നിർണായകമായ സവിശേഷതയാണ്. സ്റ്റേജ് 2 രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പൂർണ്ണമായും പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പകരം സ്റ്റേജ് 1 പവർ സ്റ്റേഷനിൽ 3685 മീറ്റർ നീളവും 85 മീറ്റർ വ്യാസമുള്ള ഒരു പ്രത്യേക തുരങ്കം വഴി പുതിയ സ്റ്റേജ് വെള്ളമെടുക്കുന്നുണ്ട്. അതായത് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി സൃഷ്ടിച്ച ഒരു കുതിര ലാടത്തിൻ്റെ ആകൃതിയുള്ള കുളത്തിലേക്കായിരിക്കും ഈ തുരങ്കം പോവുക. പദ്ധതിയിൽ സർജ് ഷാഫ്റ്റ്, പ്രഷർ ഷാഫ്റ്റ്, 130 മെഗാവാട്ട് വീതമുള്ള 2 ജനറേറ്റിംഗ് യൂണിറ്റുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റേജ് 2 മൊത്തം 260 മെഗാവാട്ട് സ്ഥാപിത ശേഷിയാണ് ഇത് നൽകുന്നത്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലാണ് ദുൽഹസ്തി സ്റ്റേജ് 2 പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ചിനാബ് നദിക്കരയിൽ ഇതിനകം തന്നെ ഗണ്യമായൊരു ജലവൈദ്യുത പദ്ധതി വികസനം നടന്ന അതേ പ്രദേശത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 60.3 ഹെക്ടർ ഭൂമി ഇതിന് ആവശ്യമാണ്. പദ്ധതിക്ക് ആവശ്യമായുള്ള ഭൂമി സമീപ പ്രദേശങ്ങളിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉടമ്പടികൾ തയ്യാറാക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. സാൽവർകോട്ട്, റാറ്റിൽ, ബർസാർ, പക്കൽദുൽ, ക്വാർ, കിരു, കിർത്തായി 1 and 2 പോലുള്ള
പദ്ധതികളും ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കുവാനും പദ്ധതിയൊന്നുണ്ട്. 1856 മെഗാവാട്ട് ശേഷിയുള്ള സാൽവക്കോട്ട് ജലവൈദ്യുത പദ്ധതിയെ ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും ചിനാബ് നദിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂലൈയിൽ NHPC സാൽവക്കോട്ടിനായി അന്താരാഷ്ട്ര ടെൻഡറുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ഈ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. മഴയുള്ള സമയങ്ങളിൽ പദ്ധതിയുമായി അതായത് ദുൽഹസ്തി സ്റ്റേജ് 2മായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ വേനൽക്കാലങ്ങളിൽ പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ പദ്ധതി ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത ഗംഗ റിവർ ട്രീറ്റിയാണ്. ഇതും പുതുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനകൾ നടക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തുർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യക്ക് പണി കൊടുക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും വെള്ളം കുടിക്ക് മുകളിൽ തന്നെയാണ് കത്തിവച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് ഇന്ത്യ പ്രയോഗിക്കുന്ന ജലബോംബാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഗംഗാ വാട്ടർ ട്രീറ്റിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും സംഭവിക്കുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ലഭിക്കുന്ന ജലസ്രോതസ്സിൽ കാര്യമായ രീതിയിലുള്ള ഒരു വ്യതിയാനം സംഭവിക്കുന്നു എന്നതാണ്. 1996 ഫരാക്ക ട്രീറ്റി അഥവാ ഗംഗ റിവർ ട്രീറ്റി നിലവിൽ വരുന്നത്. ഇരു രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. വലിയ രാഷ്ട്രീയ ചിത്രത്തിന് തന്നെയാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഇതോടുകൂടി കരാറുകൾ പുനഃപരിശോധിക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയാണ്. അതായത് ഈ മേഖലയിൽ ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രണ്ട് പണികൾ തന്നെയാണ് ദുൽഹസ്തി സ്റ്റേജ് 2ഉം ഗംഗ റിവർ ട്രീറ്റി ഇന്ത്യ പിൻവലിക്കുന്നതും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.